ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജവാദിയൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മ വന്നേക്കുന്നത് ഉള്ളി ലേഹ്യം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ്. അപ്പൊ ഇതിനുള്ള ഉള്ളിയാണ് 2 കിലോ ഉള്ളി എടുത്താണ് നന്നാക്കി വന്നപ്പോ 1.25 കിലോ ഉള്ളി ഉണ്ട്. ഇതിലേക്ക് 1/4 കിലോ ഈന്തപ്പഴം, 1/2 കപ്പ് കപ്പലണ്ടി, 1/4 കപ്പ് ബദാം, 1/4 കപ്പ് വെളുത്തുള്ളി, 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, പിന്നെ ഇത് ചുക്ക്, നല്ല ജീരകം, ഏലക്കയും കൂടി പൊടിച്ചു വെച്ചതാണ്. ഇത് കരിപ്പെട്ടിയും പിന്നെ പാലക്കാടൻ ചക്കരയാണ്. പിന്നെ ഇത് ഒരു തേങ്ങയുടെ പാലെടുത്ത്, ഇത് 1/4 പാലാണ്. ഇവിടെ പാലക്കാടൻ കരിപ്പെട്ടിയിൽ ഒത്തിരി സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തിപ്പല്ലി ഉണ്ട്, ചുക്കുണ്ട്, ജീരകമുണ്ട്, ബ്രഹ്മിയുണ്ട്, തുളസി, ശംഖുപുഷ്പം, ഏലക്ക, കൽക്കണ്ടം, പിന്നെ കുരുമുളക്, അയമോദകം, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനുണ്ട് ഇത് മറ്റേ നല്ല ജീരകവും ഏലക്കതൊക്കെ അതനുസരിച്ച് കുറച്ച് ഇടുന്നുള്ളൂ. ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. പാലക്കാടൻ കരിപ്പെട്ടിയും പിന്നെ അതൊരു സാധാ കരിപ്പെട്ടിയും കൂടി ഇത് നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചേക്കണേണ്, മിക്സ് ചെയ്ത് അരിച്ചു വെച്ചേക്കണേണ്. ശർക്കര നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് കരിപ്പെട്ടി 1/2 കിലോയും പിന്നെ പാലക്കാടൻ കരിപ്പെട്ടി 1/4 കിലോയാണ്. അപ്പൊ പാലക്കാടൻ കരിപ്പെട്ടിയും ഇതും തമ്മിൽ രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഒരുക്കി വെച്ചേക്കണേണ്. ഇപ്പൊ നമ്മൾ കുക്കർ വെച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് ഈ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. എടുത്തു വെച്ചത് ഈന്തപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് നമ്മൾ മിക്സിയിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇതിന്റെ കൂടെ 1/4 കപ്പ് എടുത്തു വെച്ച വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ 2 കിലോ ഉള്ളിക്ക് ശരിക്കും പറഞ്ഞാല് 1/4 കിലോ വെളുത്തുള്ളി ഉപയോഗിക്കാം. അപ്പൊ നമ്മളിപ്പോ ഈന്തപ്പഴം ഉള്ളതുകൊണ്ടിട്ട് 1 കപ്പ് വെളുത്തുള്ളി ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമ്മള് 1 കപ്പ് രണ്ടാം തേങ്ങാപ്പാല് വേവാൻ വേണ്ടി 2ാം തേങ്ങാപ്പാൽ ഒഴിച്ചു. സാധാരണ ആൾക്കാർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമ്മളപ്പോ ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ തേങ്ങാപ്പാലാണ് 2ാം പാല്. അപ്പൊ നമ്മളിത് മൂടി വെച്ചൊരു 3 ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരത്തക്ക വിധത്തിൽ വേണം റെഡിയാക്കുക. നമ്മുടെ കുക്കറിന്റെ സ്റ്റീമൊക്കെ പോയി ഇതായി തുറന്നെടുത്ത്. അപ്പൊ കുറച്ച് വെള്ളം ഇതിനകത്തുണ്ട്. ഉള്ളിയും ഈന്തപ്പഴവും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനിപ്പോ പാനിലോട്ട് തട്ടാം. ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ടും ആൾക്കാർ അങ്ങനെയും ചെയ്യുന്നതുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് കുറുകി നന്നായിട്ട് ഇതിൽ കിടന്ന് തന്നെ വെന്തലിഞ്ഞ് വരുമ്പോ ടേസ്റ്റ് കൂടും. അതുകൊണ്ട് ഞാൻ മിക്സിയിട്ട് അടിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ കിടന്ന് തന്നെ നന്നായിട്ട് വരണ്ട് നല്ല ലേഹ്യം മാതിരി ആയി വന്നു. അതാ നമ്മുടെ ഉള്ളിലേഹ്യം ശരിക്കും നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇത് ശരിക്കും കണ്ട ഉള്ളിയൊക്കെ ശരിക്കും അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ആക്കുന്നത് തന്നെ ടേസ്റ്റും ഇത് തന്നെയാണ്. അപ്പൊ ഇത് പൊട്ടിത്തെറിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ കൈ സൂക്ഷിക്കണം. ഇത്തിരി നല്ല നീളമുള്ള സ്പൂണോ ചട്ടകോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചാക്കുന്നതായിരിക്കും നല്ലത്. സൂക്ഷിച്ചിരിക്കുക. അപ്പൊ ഉള്ളിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഇതിന്റെ പറയാനില്ല. പ്രസവരക്ഷക്കൊക്കെ നമ്മള് എല്ലാവർക്കും കൊടുക്കുന്ന ഇതാണ്. പ്രസവം കഴിയുന്ന സ്ത്രീകൾക്ക്, പിന്നെ രക്തക്കുറവിന്, വിളർച്ച, നമ്മുടെ പ്രായമായ വരുമ്പോഴത്തേക്കുള്ള എന്താ പറയാ ചുളിവുകൾക്ക്, ഇതിനൊക്കെ നല്ലതാണ് ഉള്ളി ലേഹ്യം. ഇതിലേക്ക് നമ്മുടെ ചക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോ 2 കിലോ ഉള്ളിക്ക് 1/4 കിലോളം ചക്കരയാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി വെള്ളം കുറേശ്ശെ വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കപ്പലണ്ടി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് 1 കപ്പ്. ഇതിലോട്ട് നമ്മ അണ്ടിപ്പരിപ്പ് പൊടിച്ചു വെച്ചത് 1/4 കപ്പ് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബദാം പൊടിച്ചതാണ്, അതും 1/4 കപ്പാണ്. അതും ഏലക്ക, നല്ല ജീരകം, ചുക്ക് പൊടിച്ചതാണ്, അതൊരു 2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇതിലേക്ക് 1/4 പാലും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നതാണ്. ഇത് മൊത്തം പൊട്ടിത്തെറിച്ച് എന്റെ ഡ്രസ്സിലൊക്കെ ആയി. പിന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടി പർദ്ദയിട്ട് മുഖവും മൂടി നിൽക്കുകയാണ്.
ഇത് പാത്രം ചെറുതായത് കൊണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കേണ്ടതുകൊണ്ടാണ് ചെറിയ ഇതിനകത്ത് വെച്ചത്. അല്ലെങ്കിൽ ഇച്ചിരി വലുതിനകത്ത് അകത്ത് വെച്ചിരുന്നെങ്കിൽ വീട് മൊത്തം വൃത്തികേടായിപ്പോയി. ഇപ്പൊ ഇതായത് കൊണ്ടിട്ട് ഇവിടെ മുറ്റത്തല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളപ്പോ സ്വയരക്ഷയ്ക്ക് വേണ്ടി മുഖം മൂടി നിൽക്കുകയാണ്. ലേക്ക് ഉണ്ടാക്കാൻ ഇത്രയും റിസ്ക് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ല ആരോഗ്യം തരുന്ന സാധനമാണ്. അപ്പോ എല്ലാരും ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. ഇതുമാതിരി എല്ലാരും സൂക്ഷിക്കുക. ഇച്ചിരി കൂടി വലിയ പാത്രത്തിൽ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വീടിനകത്ത് വെക്കാതെ ഇതുമാതിരി പുറത്തൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പരിവം. കണ്ട, ഇങ്ങനെ വിട്ട് വിട്ട് പോരുന്ന കണ്ട, അത് കണ്ട, ഇങ്ങനെ വിട്ട് വിട്ട് പോരുന്ന ഇതാണ് നമ്മുടെ ഇതിന്റെ പരിവം. ഇപ്പൊ വെള്ളമെല്ലാം പറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ദിവസം 2 ടീസ്പൂൺ വെച്ചൊക്കെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ 1 സ്പൂൺ ഒരു ദിവസം കൊടുക്കാൻ പാടുള്ളൂ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കഴിക്കാം. ബ്ലഡിനും ക്ഷീണത്തിനും എല്ലാത്തിനും നല്ലതാണ്. ബ്ലഡ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ തളർച്ച, ക്ഷീണം എല്ലാത്തിനും നല്ലതാണ്. പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഉള്ളിലേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.